65 വർഷം പഴക്കമുള്ള പഴയ സർക്കാർ ആശുപത്രി കെട്ടിടത്തിലാണ് കണ്ണൂർ ഇരിട്ടിയിലെ അഗ്നിരക്ഷാ നിലയം പ്രവർത്തിക്കുന്നത്. ദ്രവിച്ച് വീഴാറായ കെട്ടിടം മഴ പെയ്തതോടെ ചോർന്നൊലിക്കുകയാണ്. പുതിയ കെട്ടിടത്തിനായി കഴിഞ്ഞ ബജറ്റിൽ 30 ലക്ഷം രൂപ അനുവദിച്ചുവെങ്കിലും എല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അവിടെ ഈ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ, പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ എന്താണ് തടസ്സമായിട്ടുള്ളത്? നിലവിൽ ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണ് അരുൺ? ഉന്മേഷം, അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടം ഏകദേശം 65 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. ഇത് കഴിഞ്ഞ 15 വർഷമായി ഇരിട്ടിയിലെ അഗ്നിരക്ഷാ നിലയമായി പ്രവർത്തിക്കുകയാണ്. 2010-ലാണ് ആ നിലയിൽ ഈ അഗ്നിരക്ഷാ നിലയമായി കെട്ടിടം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ഈ ഇരിട്ടിയിലെ തന്നെ സർക്കാർ ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടമാണിത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ ശോചനീയാവസ്ഥ ഈ കെട്ടിടത്തിനുണ്ടായിരുന്നു. ആ വലിയ വിള്ളലുകൾ ഉൾപ്പെടെ ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണതോതിൽ പ്രവർത്തനയോഗ്യമല്ല എന്ന നിലയിലേക്ക് ഈ കെട്ടിടം മാറിയിട്ടുണ്ട്. മഴ കൂടി പെയ്തതോടെ ശക്തമായി വെള്ളം ഇത്തരത്തിൽ ചോർന്നൊലിക്കുന്ന സാഹചര്യമൊക്കെയാണ് ഇവിടെ ഉള്ളത്. വലിയ പരിമിതിയിലാണ് ഈ അഗ്നിരക്ഷാ നിലയം. നമുക്കറിയാം, നാടിൻ്റെ നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് എത്തുന്നവരാണ് ഇവിടുത്തെ ജീവനക്കാർ, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ. പക്ഷേ അവരുടെ രക്ഷ ഇതിനകത്ത് കൃത്യമായി അവർക്കൊരു സുരക്ഷയുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെ മറുപടി പറയേണ്ടി വരും. ഒരു സർക്കാർ ആശുപത്രിയായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പിന്നീട് ഈ നിലയിലേക്ക് മറ്റ് കെട്ടിടം ഇവർക്ക് അനുവദിച്ച് നൽകാനില്ലാത്തതുകൊണ്ട് ഈ നിലയിലേക്ക് ഇവർക്ക് ഇവിടെ ഒരു സ്ഥലം കൊടുക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഇതിനേക്കാൾ ശോചനീയമാണ്. പക്ഷെ നമുക്ക് അകത്തേക്ക് കയറി ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടി അനുമതിയില്ല. അതുകൊണ്ടാണ് അകത്തെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയാത്തത്. അതായത് ഇവർ താമസിക്കുന്ന മുറി ഉൾപ്പെടെ ഇതിൻ്റെ അകത്താണുള്ളത്. അവിടെയെല്ലാം ഈ മഴ പെയ്തതോടെ ഈ വെള്ളം ചോർന്നൊലിച്ച് താഴേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇതിനെ കഴിഞ്ഞ ഈ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി, ഇതിന് തൊട്ട് സമീപം തന്നെ ഇരിട്ടിയിലെ പയഞ്ചേരി മുക്കിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 30 ലക്ഷം രൂപ വകയിരുത്തിയതാണ്, അനുവദിച്ചതാണ്. പക്ഷേ അത് കടലാസിൽ ഒതുങ്ങി. ഇതുവരെ ആ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് അത്തരം നടപടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ ദിവസമാണ്, അതായത് ഈ മാസം 3-ാം തീയതിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ഉൾപ്പെടെ നൽകുകയും ചെയ്തത്. അതിൽ വേഗത്തിലുള്ള നടപടി ഉണ്ടാവണം, അല്ലെങ്കിൽ മഴ കൂടുതൽ ശക്തിപ്പെട്ടാൽ, കാറ്റ് വീശിയാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും എന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത്ര പരിമിതിയിലാണ് നാടിൻ്റെ എല്ലാം രക്ഷയ്ക്ക് 24 മണിക്കൂറും സജ്ജരായി ഓടി നടക്കുന്ന അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ, ജീവനക്കാരൊക്കെ. അവരുടെ ഓഫീസാണിത്, അവർ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരവസ്ഥയാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇത് ചോർന്നൊലിക്കുന്ന ഇവരുടെ വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു ഷെഡാണിത്. ഈ ഷെഡ് പൂർണ്ണമായും തന്നെ ചോർന്നൊലിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിൽ വലിയ പരിമിതിയാണ് ഇവർ നേരിടുന്നത്. ഇതിൽ ചില നടപടികൾ വേണം എന്നൊരാവശ്യം അവരെന്തായാലും ഉന്നയിച്ചിട്ടുണ്ട്.